എക്സാം ഹാളിൽ സിലബസ് ഫുള്ള് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറില്ല എന്ന ഒരു മെൻറ്റാലിറ്റിയോടെ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലരുത്. ഓക്കെ, സിലബസ് ഫുള്ള് പഠിച്ച് തീർത്തിട്ട് ഇതുവരെ ആരും ഒരു PSC എക്സാമിന് പോയിട്ടില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടൊന്ന് നോക്കുക. അതിൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാം, കട്ട് ഓഫ് എത്രയാകുമെന്ന് അപ്പം തന്നെ ഒന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളത് പെർഫോം ചെയ്യുക. എക്സാം ഹാളിൽ നിങ്ങൾ എത്ര കോൺസെൻട്രേഷനോടെ ഇരിക്കുന്നു എന്നുള്ളത് എക്സാമിനെ സംബന്ധിച്ചോളം ഭയങ്കര പ്രധാനമാണ്. നമസ്കാരം, പോർട്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണ്, LGSൻ്റെ 2 സ്റ്റേജ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വായിച്ച ശേഷം അതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. 4 ഓപ്ഷൻസും വായിച്ചു നോക്കിയ ശേഷം മാത്രം ഉത്തരം എഴുതുക. കാര്യം ഇപ്പോൾ ഒരു A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ശരിയാണെങ്കിൽ ചിലപ്പോൾ Bയും ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ A ഉടനെ ഉത്തരം ചെയ്തിട്ട് B ശരിയാവും, അപ്പോൾ Aയും Bയും ശരിയായിരിക്കും. അപ്പോഴത്തേക്ക് ഓപ്ഷൻ C എന്ന് പറഞ്ഞാൽ Aയും Bയും ശരിയെന്ന് പറഞ്ഞായിരിക്കും. അപ്പോഴത്തേക്ക് അത് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത്. ഒരുപാട് പേർക്ക് അങ്ങനെ മിസ്റ്റേക്ക് വരാറുണ്ട്. അത് ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ ഫുൾ നമ്മൾ എക്സാം ഹാളിൽ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന ആ ചോദ്യ പേപ്പറിലോട്ട് ശ്രദ്ധിക്കുക. ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചത് ഈ ഒരു ചോദ്യ പേപ്പറിനെ നേരിടാനാണ് എന്നുള്ള ഒരു ചിന്താഗതി വരുത്തുക. അല്ലാതെ നമ്മൾ ടെൻസ്ഡാണ്, അതുകൊണ്ട് ഈ എക്സാം പാടായിരിക്കുമെന്നൊരു ചിന്താഗതിയില്ല. ആ എക്സാമിന് വേണ്ടിയാണ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് എന്നുള്ള ഒരു മൈൻഡോടുകൂടി ആ എക്സാമിനെ സമീപിക്കുക. അപ്പോൾ ആ എക്സാം 1.5 മണിക്കൂർ എത്രത്തോളം പ്രാധാന്യമാണ്, ആ 1.5 മണിക്കൂറിന് വേണ്ടി ആയിരിക്കണം നമ്മളൊരു 200 മണിക്കൂറും 300 മണിക്കൂറൊക്കെ നമ്മൾ പഠിച്ചത്. ഇല്ലെങ്കിൽ 100 മണിക്കൂറിന് മുകളിൽ നമ്മൾ പഠിച്ചത് ആ ഒരു 1.5 മണിക്കൂറിന് വേണ്ടിയാണ്. അപ്പോൾ ആ 1.5 മണിക്കൂർ നല്ല രീതിയിൽ വിനിയോഗിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പറയാനുള്ള രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പുള്ള അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിൽ കുത്തി നിറയ്ക്കുന്ന രീതി ഒന്ന് ഒഴിവാക്കുക. ഇപ്പോൾ 3ാമത്തെ സ്റ്റേജ് എക്സാമാണ്, അതുകൊണ്ട് തന്നെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയിട്ട് വേണം എക്സാം ഹാളിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ പോയിരുന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 5-6 ദിവസം മുമ്പേ പഠിച്ച കാര്യങ്ങൾക്ക് വരെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. നമ്മുടെ മൈൻഡ് കൂളാണെങ്കിൽ ഒരാഴ്ച മുമ്പേ പഠിച്ച കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ എക്സാമിന് പോയാൽ പോലും മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ ഒരിക്കലും സംശയിക്കേണ്ട. നമുക്ക് ഓർത്ത് വെക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ മറവി ഉണ്ടെന്നുള്ള പരാതി ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് കുട്ടികളിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഓർമ്മശക്തി കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അയക്കുന്ന കുട്ടികളെല്ലാം ഇതേ കംപ്ലയിൻറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു അർത്ഥമില്ല. കാര്യം എല്ലാവർക്കും ഓർമ്മശക്തി കുറവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഓർമ്മശക്തി കുറവാണെന്നല്ല, പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കോമൺ കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും ബ്രെയിനിൽ എന്നേക്കുമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയത് മറന്നു പോകണം. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഈ LGS എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ LGS എക്സാം കഴിഞ്ഞ് മറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ LGS എക്സാം സമയത്ത് നമ്മളതൊന്ന് എക്സാം ഹാളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരുന്നിട്ട് അതൊന്ന് ഉത്തരം മൈൻഡിലോട്ട് വരണമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മലയാളം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 15 മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളുടെ ബ്രത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ്, നിങ്ങളുടെ ശ്വാസം ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു മൈൻഡ്ഫുൾനെസ് സ്റ്റേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലോട്ട് പോകാം. അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കണ്ണടച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മൈൻഡ്ഫുൾ ആവും. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ എക്സാം ഹാളിലോട്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടോപ്പ് സ്റ്റുഡൻസൊക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നിക്സാണ് ഇതൊക്കെ തന്നെ കേട്ടോ. കാര്യം നമ്മുടെ PSC എക്സാംസിന് മാത്രമല്ല, പുറത്തോട്ടുള്ള കോമ്പറ്റീഷൻ കൂടിയ എക്സാംസിനൊക്കെ എല്ലാവരും ഇങ്ങനെയുള്ള ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊട്ടും പുറകിലോട്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരില്ല എന്ന് ഞാൻ ഉറപ്പ് വരും. നിങ്ങൾക്ക് എപ്പോഴും അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. മൈൻഡിന് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും മൈൻഡ് കൂളായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിലെ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒരു 10 ചോദ്യങ്ങൾ ചെയ്തിട്ട് വേണം കയറാനായിട്ട്.
ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ അലേർട്ടാവും. നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ അലേർട്ടായിട്ട് നിങ്ങൾക്കത് ബാക്കി എക്സാം ഹാളിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എക്സാമിന് ടെൻഷനുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും ടെൻഷനുള്ളതാണ് എക്സാമിനെക്കുറിച്ച് ടെൻഷൻ ഇല്ലാത്ത സ്റ്റുഡൻസ് കുറവാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ എക്സാം ഒന്നുമല്ല, അല്ലെങ്കിൽ എക്സാമിന് എപ്പോഴും 2 റിസൾട്ട് ഉണ്ടാകാമെന്നുള്ളൊരു മനോഭാവത്തോടെ എക്സാം ഹാളിൽ പോകാം. അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എക്സാമിന് 2 റിസൾട്ട് എപ്പോഴും ഉണ്ടാകും, വിൻ ഓർ ഫെയിൽ അല്ലേ, പാസ് ഓർ ഫെയിൽ 2 റിസൾട്ട് എക്സാമിന് വരാം, ഏത് എക്സാം ആണെങ്കിലും വരാം. അതുകൊണ്ടാണ് അതിന് എക്സാം എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളിൽ വെച്ചുകൊണ്ട് പോവുക, അല്ല നമ്മൾ പാസ്സായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. പാസ്സായാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിലാവും, ഈ ഒരു മൈൻഡ് സെറ്റോടെ എക്സാമിന് പോവുക. ഓക്കെ, നിങ്ങൾ പാസ്സാവും, 100% പാസ്സാവും. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉള്ളിൽ വേണം. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊരു വി ഹാവ് ടു പ്ലാൻ ദാറ്റ് അവർ പ്ലാൻ ഡസ് നോട്ട് ഗോ അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ എന്ന് പറയും. അതായത് നമ്മുടെ പ്ലാനിനനുസരിച്ച് നമ്മുടെ പ്ലാൻ പോകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് പറയും. അതായത് പ്ലാൻ ബി നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി കരുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ എക്സാമിന് ടെൻഷൻ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, എക്സാം എന്ന സാധനം നിങ്ങൾ ഒരു ഡേഞ്ചർ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് എക്സാമിന് ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പേരോട് ഇങ്ങനെ LGS എക്സാം ആകാറായി, നാളെയാണ് എക്സാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ ഇതൊരു ഡേഞ്ചർ സൈനായിട്ടാണ് എക്സാമിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ ഡേഞ്ചർ സൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് ടെൻഷൻ ഉണ്ടാകുന്നത്. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സാധനം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദാഹരണത്തിന് ഒരു മൗണ്ടൻ ക്ലിഫിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പേടി ഉണ്ടാകും താഴോട്ട് നോക്കുമ്പോഴത്തേക്ക്. അതുപോലെ ഒരു കാര്യമായിട്ടാണ് എക്സാമിന് ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനോട് പേടി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ഒന്ന് തൽക്കാലം മാറ്റിയിട്ട് ഇത് നമുക്കൊരു ജോലിക്ക് കയറാൻ, ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലിക്ക് കയറാനുള്ളൊരു ചാൻസാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിന് പോകും. അപ്പോൾ ഒരു ടെൻഷൻ മാറ്റിയിട്ട് നമ്മളൊരു എക്സാം ആയി എന്നൊരു സന്തോഷത്തോടെ നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകും, എക്സൈറ്റ്മെൻറ്റോടെ എക്സാം ഹാളിലോട്ട് പോകും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങളെപ്പോഴും ഊർജ്ജസ്വലമായിട്ട് ഇരിക്കണം. ഓക്കെ, അടുത്തിരിക്കുന്ന ആളോടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ഒന്ന് കൂളായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്കില്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്, അല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കും. പിന്നെ എക്സാമിന് തൊട്ട് മുമ്പേ എക്സാം ഹാളിൽ കയറുന്ന പരിപാടി വേണ്ട. നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് മുമ്പേയൊക്കെ അവിടെ നമ്മുടെ എക്സാമിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് ഓടിക്കയറുന്ന ഒരുപാട് പേര് എല്ലാ എക്സാമിനും കാണാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, അതായത് നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഹോർമോൺ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. അങ്ങനെ വെറുതെ നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് അപ്പം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കയറുക. അപ്പോൾ എക്സാം ഹാളിൽ നേരത്തെ കയറാൻ അലൗഡ് ആണെങ്കിൽ നേരത്തെ തന്നെ കയറിയിരിക്കുക. കുറേ പേര് പുറത്തുണ്ടാവും എക്സാമിന്, അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമാണ്, പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ കയറി ഇരിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൂളായിട്ടിരിക്കാൻ പറ്റും. കൂളായിട്ട് കുറച്ച് നേരം ഇരിക്കുക. നമ്മൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ബുക്കും പേപ്പറും പേനയൊക്കെ ബുക്കും അതേപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ കയ്യിലില്ലെങ്കിൽ തന്നെ നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ എക്സാം ഹാളിൽ കയറിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം കൂളായിട്ടിരിക്കാനുള്ളൊരു അവസരമായിരിക്കും. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ആദ്യം മനസ്സിലാക്കുക. എക്സാമിന് നന്നായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, ഭയങ്കര നന്നായിട്ട് 100% സിലബസ് കവർ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് അത് ഫുള്ള് സ്കാൻ ചെയ്തിട്ട് എത്ര മാർക്കാണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്കൂട്ടിലെത്താൻ പറ്റും. ഒരു 70 മാർക്കാണ് കട്ട് ഓഫ്. സിമ്പിൾ എക്സാം, ഫസ്റ്റ് സ്റ്റേജിലെ പോലെ സിമ്പിൾ എക്സാം ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഒരു 70 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വരുമെന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജ് പോലെയുള്ളൊരു ടഫ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 65 മാർക്ക് 68 മാർക്ക് ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. ഒരു മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ ശേഷം നിങ്ങൾ ഒന്നുകൂടെ പ്രൊട്രൂഡ് ചെയ്യുക. 75 മാർക്കാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 75 മാർക്ക് കൊണ്ടാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതെങ്കിൽ ഒരു 5 ചോദ്യം ഡിലീഷന് വേണ്ടി പോകുമോ. അപ്പോഴത്തേക്ക് 75 രൂപയുടെ ഒരു 5 ചോദ്യം അങ്ങനെ അറ്റൻഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് എത്ര 75 80 ക്വസ്റ്റ്യനായി അറ്റൻഡ് ചെയ്യേണ്ടത്. ഓർത്തുകൊള്ളുക, 75 മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 80 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാര്യം 5 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡിലീറ്റ് ആകാം ഫസ്റ്റ് സ്റ്റേജിലെ പോലെ. അപ്പോൾ എത്ര ക്വസ്റ്റ്യനായി? 80 ക്വസ്റ്റ്യനായി. പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടാകാം ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ. ഒരു ചോദ്യം പോലും നെഗറ്റീവ് വരാതെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 5 ചോദ്യം കുറഞ്ഞത് നെഗറ്റീവ് വരും. 5 ചോദ്യമൊന്നുമല്ല, ഒരു 10 ചോദ്യമെങ്കിലും നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറവ് തെറ്റ് വരട്ടെ, നല്ല കാര്യം. ഞാൻ പറയുവാണ്, ഒരു കോമൺ ആയിട്ട് പറയുവാണ്. നമ്മളെല്ലാ കാര്യങ്ങളും വിലയിരുത്തണമല്ലോ. അപ്പോൾ ഒരു 10 ചോദ്യം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ 80 അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എത്ര എണ്ണം കൂടി അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എക്സാം ഹാളിൽ നിന്ന് നിങ്ങളാണ് തീരുമാനിക്കുക. ഇത് അറ്റംപ്റ്റ് കൂട്ടിയത് കൊണ്ടുള്ള നഷ്ടത്തിനും ലാഭത്തിനും നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. ഇപ്പോൾ എക്സാം ഹാൾ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യാതിരുന്ന ചോദ്യങ്ങൾ കൂടുതലും ശരിയാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞായിരുന്നു. അറ്റംപ്റ്റ് ചെയ്യാതെ 75 മാത്രം അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു 61 മാർക്ക് വേണ്ട അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ കൂടുതൽ ഒരു 20 ചോദ്യം കൂടി അറിയാവുന്നതുണ്ടായിരുന്നു. 20 ചോദ്യം കൂടി ചെയ്തിരുന്നെങ്കിൽ ഒരു 10-15 മാർക്ക് കൂടി കിട്ടുമായിരുന്നു. കാര്യം മിക്കതും അറിയാവുന്നതായിരുന്നു. വീട്ടിൽ വന്ന് ചെയ്ത് നോക്കിയപ്പോഴൊന്ന് പറയുകയുണ്ടായി. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു അവസ്ഥ കൂടി വരാത്ത രീതിയിൽ നോക്കുക. കാരണം നിങ്ങൾ ഒരുപാട് നാളായിട്ട് പഠിച്ച എക്സാമിന് ഒരിക്കലും എക്സാം ഹാളിൽ വെച്ചുള്ള പെർഫോമൻസ് കൊണ്ട് ഡൗൺ ആകാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ എക്സാം എഴുതിയെടുക്കാൻ നിങ്ങൾ അർഹരാണ് എന്നുള്ള രീതിയിൽ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എപ്പോഴും പുതിയ വീഡിയോസ് ഉണ്ടാക്കുന്നതിനൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ LGS വിജയിക്കുമെന്ന് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.